നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ നിർണായക റിപ്പോർട്ടിലും അക്ഷയ് എന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെ പരാതിയില്ല, പരാമർശമില്ല. റാഗിംഗ് സ്ക്വാഡ് സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടില്ല എന്നതാണ് പ്രധാനം. ഈ സാഹചര്യത്തിൽ കുടുംബം അക്ഷയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരാണ് ഈ കേസ് അട്ടിമറിക്ക് പിന്നിൽ എന്ന പ്രധാന ആക്ഷേപമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഒന്ന്, ഇടുക്കിയിലെ ആശാൻ എന്ന വിളിക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നുവെന്നും മറ്റൊന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിലെ ഈ മിനിസ്റ്റീരിയൽ ജീവനക്കാരി എന്ന ആക്ഷേപവും കുടുംബം ഉന്നയിക്കുകയാണ്. സിദ്ധാർത്ഥിനോട് ഏറെ അടുപ്പമുള്ള കൂട്ടുകാരനായിരുന്ന അക്ഷയ് എന്നും എന്നാൽ അക്ഷയ് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. പോലീസ് ഇതുവരെ പിടികൂടിയ പ്രതികളിലോ അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ടുകളിലോ അക്ഷയ് എന്ന പേര് പോലുമില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലും അക്ഷയുടെ പേരില്ലാത്തതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. ഇടുക്കിയിലെ പ്ലാന്ററുടെ മകനാണ് അക്ഷയ്. ഇയാളുടെ അച്ഛന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഇതിനൊപ്പമാണ് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അമ്മയുടെ ഇടപെടൽ. കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ഇവർക്കും പോലീസിൽ ഉന്നത ബന്ധമുണ്ട്. അക്ഷയ് കേസിൽ സാക്ഷിയല്ല, അക്ഷയ്ക്ക് ഇതിൽ പങ്കുണ്ട്. അക്ഷയ് പ്രതി തന്നെയാണെന്നും ഇന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവർത്തിച്ചു. മകനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അവന് മർദ്ദനമേറ്റിരുന്നപ്പോഴും ഫോണിൽ തങ്ങളോട് സംസാരിച്ചയാൾ, എന്നാൽ മകൻ മർദ്ദിച്ചതിന് ശേഷം അയാളെ കണ്ടിട്ടോ ഫോണിൽ സംസാരിച്ചിട്ടോ ഇല്ലെന്നും ജയപ്രകാശ് നേരത്തെ വ്യക്തമാക്കിയതാണ്. സിദ്ധാർത്ഥന്റെ അമ്മയും പലപ്പോഴായി ഇതേ പേര് ആവർത്തിച്ചു പറയുന്നുണ്ട്. അക്ഷയെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. നിലവിൽ അക്ഷയ് എവിടെയാണെന്ന് വ്യക്തമല്ല. സിദ്ധാർത്ഥിനെതിരെ തീവണ്ടിയിലടക്കം കൊലപാതക ശ്രമം നടന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇനിയുള്ള CBI അന്വേഷണം നിർണായകമാകുന്നത്. ആ പെൺകുട്ടിയിലേക്കും സിദ്ധാർത്ഥന്റെ കൂട്ടുകാരായ ഈ സുഹൃത്തുക്കൾക്ക് അരികിലേക്കും CBI എത്തും. അതിവേഗം അന്വേഷണം CBI ഏറ്റെടുത്തതിൽ അത് നിരവധി ട്വിസ്റ്റുകൾക്കും കാരണമാകും. അച്ഛന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം അംഗീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് എന്ന ആക്ഷേപവും ഉയരുകയാണ്.